3 കോടി രൂപയാണ് MIT ബോസ്റ്റണിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെലവാക്കുന്ന കാശ് ഓൾമോസ്റ്റ് 3 crores. I have students who have done total full fellowship, including accommodation free. And they have given a project in the university. ആ പ്രോജക്റ്റ് എന്തായിരുന്നു? വെബ്സൈറ്റ് മെയിൻ്റനൻസ് ഓഫ് MIT ആണ്. എന്താ കാരണം? എൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ആ സ്റ്റുഡൻ്റാണ്. ഞാൻ അസൈൻമെൻറ്റ് കൊടുത്തത്. അന്ന് എല്ലാ ദിവസവും വഴക്കോട് വഴക്കായിരിക്കും. അങ്ങനെ ചെയ്തത് കൊണ്ട് ഉണ്ടാക്കിയ കാശ് എത്രയാണ്? എന്നിട്ട് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം എത്രയാണ്? ഹ്യൂജ് മണി. എന്താണ് UFO? യു വരുമ്പോൾ സ്പേസിൽ പോകുമ്പോഴൊക്കെ അൺമാൻഡ് എന്നാണ്. അങ്ങനെയാണോ? അൺഡിഫൈൻഡ് അല്ല, അൺഐഡന്റിഫൈഡ് ആണ് ഫ്ലൈയിങ് ഒബ്ജക്ട്. അതെന്താ ചെയ്യാം? ഇപ്പം ഇയാളെ ഞാൻ കാണുന്നത് ഇയാളിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ ലൈറ്റ് ഇറേഡിയേഷൻ കൊണ്ടാണ്. ഇതിൽ നിന്ന് ഓരോ ലൈറ്റും എൻ്റെ കണ്ണിൽ വരുമ്പോൾ അത് വരാതിരിക്കുന്ന പെയിന്റ് അടിക്കും. അതിന് സ്റ്റെൽത്ത് പെയിന്റ് എന്നാണ്. എന്താ പറയാ? ആ സ്റ്റെൽത്ത് പെയിന്റ് അടിച്ചിട്ടുള്ള മിക്കവാറും ഈ ആർമി, നേവി, ഷിപ്പുകളൊക്കെ സ്റ്റെൽത്ത് പെയിന്റ് ആണ്. റഡാറിന് പോലും പിടിക്കാൻ പറ്റും. MSc ആണ് ഏറ്റവും നല്ല സബ്ജക്റ്റ്. മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഫിസിക്സ്. നോ സർ, യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ എന്നാണ്. കോസ്മോളജി എന്ന് പറയുന്ന ലോകത്തിന്റെ സ്പേസിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്ട് ഏതാണ്? സ്പേസ് ഡേ. ഡോക്ടർ TPS സെന്റ് ആൽബർട്ട്സിൽ ഞാൻ ക്ലാസ് കൊടുക്കുന്നതാണ്. അതിൽ ബ്ലാക്ക് ഹോൾസും ഒക്കെ പറയുന്നുണ്ട്. അടുത്ത കാലത്ത് കൊടുത്തൊരു ലെക്ചർ, ലാസ്റ്റ് ഇയർ, സ്പേസ് MSc സ്പേസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ കൊടുത്തു. ആ സ്പേസിലിരിക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് നമ്മളൊക്കെ ജീവിക്കുന്ന പ്ലാനറ്റ്. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാനറ്റ് ഏതാ? നമ്മുടെ എർത്ത്. യെസ്, എർത്തിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്ട് ഏതാ? ജിയോഗ്രഫി. അപ്പൊ ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ആണോ അല്ലയോ? യെസ് ഓർ നോ? അതിലാണ് നമ്മൾ ഈ കറക്കവും ക്ലൈമറ്റും സൂര്യൻ തമ്മിലുള്ള ഡിഫറൻസും, എപ്പോഴാണ് ടെമ്പറേച്ചർ കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. അവിടെ ഇന്ന ക്ലൈമറ്റ് ആണ്, ഇന്ന കൃഷി ചെയ്യാം, ഇന്ന പ്രോഡക്റ്റ് ആണ് വരുന്നത്. അതാണ് എക്കണോമിക്സ്. അവിടെ എന്ത് എപ്പോ നടന്നു, എന്തിനു നടന്നു എന്ന് പഠിക്കുന്നതാണ് ഹിസ്റ്ററി. എങ്ങനെ നടന്നു എന്ന് പഠിക്കുന്നതാണ് പൊളിറ്റിക്സ്. ആർ യു ഗെറ്റിംഗ്? അവിടെ നിന്നിട്ട് ചുറ്റുമുള്ള മൃഗങ്ങളെയും മനുഷ്യന്മാരെയും കൃമികീടങ്ങളെയും ഒക്കെ തരംതിരിച്ച് പഠിക്കുന്നതാണ് ബയോളജി. അതിൽ സുവോളജിയും ബോട്ടണിയൊക്കെ വരും അല്ലേ? അതില് നമ്മൾ സെല്ല് വരെ പോകുമ്പോൾ സെല്ലുലാർ, മോളിക്കുലാർ ബയോളജി ഒക്കെ ആവും. സെല്ലിന്റെ ഉള്ളിൽ കയറി പഠിച്ചാലോ മൈക്രോ ബയോളജി ആവും. 10⁻⁻⁶ അപ്പോഴും ബയോളജിയാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻�6 ബയോളജി എന്നാണ്. 10⁻⁻⁶ വരെ പോയാൽ, -9 വരെ പോയാൽ അതെന്തായി? നാനോ ബയോളജി അല്ല, നാനോ ടെക്നോളജി. ലൈഫ് പോയി. അപ്പൊ ടെക്നോളജി എന്തായി മാറി? ഫിസിക്സ് ആയി മാറി. ബയോളജി മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ നമ്മൾ എന്ത് കാണും? ഫിസിക്സ് കാണും. ആർ യു ഗെറ്റിംഗ്? ഇനി -9 കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് പോയാൽ -13 ഒക്കെ കടന്നു കഴിഞ്ഞാൽ ആറ്റം കാണും. അപ്പൊ ഇത് സയൻസാ? കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രി ടീച്ചർ വലിയ മൈക്രോസ്കോപ്പ് ഉള്ള ആള്, ഫിസിക്സ് ടീച്ചർ കുറഞ്ഞ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് 13 വരെയൊക്കെ കണ്ടു കഴിഞ്ഞ് 15 വരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കെമിസ്ട്രി ടീച്ചറായി. അതിനും ഉള്ളിൽ കടന്നിട്ട്, ആറ്റം കടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കാണുമ്പോൾ ന്യൂക്ലിയർ കെമിസ്ട്രി എന്നല്ല പറയുന്നത്. ന്യൂക്ലിയർ കെമിസ്ട്രി ഉണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല സബ്ജക്ട് ഏതാ? ന്യൂക്ലിയർ ഫിസിക്സ്. അതാണ് എൻ്റെ മകൻ. അപ്പൊ അതിൽ ന്യൂട്രോണിനെ കട്ട് ചെയ്യണം. ഒരു തക്കാളിയെ കട്ട് ചെയ്യാനുള്ള കത്തിയുടെ ഷാർപ്പ്നെസ് തക്കാളിയെക്കാളും നന്നാവണ്ടേ? അപ്പോഴല്ലേ അത് കട്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്മാഷ് ആവുമല്ലോ ചെയ്യാൻ. അപ്പൊ ന്യൂട്രോൺസിനെ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് കത്തി വേണം? ന്യൂട്രോണിനെക്കാളും ചെറിയ കത്തി വേണം. മാത്സ് അറിയാത്തോണ്ടാണ്. അവരോട് എവിടെയാ ക്ലാസ് എന്ന് ചോദിച്ചാൽ ന്യൂമറേറ്ററിൽ, എവിടെയാ പോകണം? ഡിനോമിനേറ്ററിൽ എന്നൊക്കെ പറയാം. അത്രയൊക്കെ അവരുടെ ഇംഗ്ലീഷ് അറിയും. സോ യു ഷുഡ് സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് ദിസ്. യഥാ പിണ്ഡേ, ഓക്കേ, യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിക്സ് ഏത് സ്പീഡിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പ്ലാനറ്റ് സൂര്യന് ചുറ്റും ഏത് സ്പീഡിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരം. ഇത് കണ്ടുപിടിച്ചത് കെപ്ലർ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കെപ്ലറിനെ കുറിച്ച്. ഞാൻ പോയത് ജർമ്മനിയിലാണ്. കെപ്ലറിന്റെ നല്ലൊരു മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ. കെപ്ലർ വാസ് എ അസ്ട്രോളജർ.
അങ്ങനെയാണ് അസ്ട്രോണമിയും അസ്ട്രോളജിയൊക്കെ ആയിട്ട് റിലേഷൻ. ഇന്ത്യയിൽ മാത്രമല്ല, അവിടെ ഉണ്ടായി. കെപ്ലർ തിയറി എന്ന് പറയാം. ഓർബിറ്റൽ തിയറി ഇല്ലേ, സെമി മേജർ ആക്സിസ്, സെമി ഇനർ ആക്സിസ്, അടുത്തെത്തുമ്പോൾ സ്പീഡ് കുറയും, പിന്നെ എത്തുമ്പോൾ സ്പീഡ് കൂടുന്നൊക്കെ പഠിക്കുന്നില്ലേ അല്ലേ? ഓർബിറ്റൽ മെക്കാനിക്സ് എന്നാ പറയാ. എന്താ പറയാ? ഓർബിറ്റൽ മെക്കാനിക്സ്. അത് കെപ്ലർ തിയറിയാണ്. ഞാൻ കെപ്ലറിനെ പഠിച്ചതാണ്. കാരണം ഞാൻ എൻ്റെ ഓർബിറ്റൽ മെക്കാനിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഓർബിറ്റൽ മെക്കാനിക്സ് പഠിച്ചാലേ കറക്റ്റായിട്ട് സാറ്റലൈറ്റ് അവിടെ എത്തിക്കാൻ പറ്റും. അപ്പോഴേ ആ ഇമേജ് എടുക്കുമ്പോൾ എവിടെയാ കാണുന്നത് പറയാൻ പറ്റും. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ. നമ്മളിപ്പോ ഇങ്ങനെ പറയണു, എത്രയോ കാലം മുമ്പ് ഉപനിഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പറയും. ഇതൊക്കെ ഒരേ സബ്ജക്റ്റാണ്. അപ്പൊ ഏതാ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തും പഠിക്കാൻ തയ്യാറാണ്. കാരണം എന്താ? ഈ ഉപനിഷത്ത് എഴുതിയത് ആരാ? എൻ്റെ പറയും, നിങ്ങളൊക്കെ പറയും, എൻ്റെ അപ്പൂപ്പൻ്റെ 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 അപ്പൂപ്പൻ എഴുതിയതാണ്. ആണോ അല്ലയോ? നമ്മുടേതല്ലേ ഉപനിഷത്ത്? ആണോ അല്ലയോ? അതാരാ എഴുതിയത്? എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ എഴുതിയ പുസ്തകം ഞാൻ പഠിക്കണോ വേണ്ടയോ? യെസ്. അതിനകത്ത് മിക്കവാറുണ്ട് കുറെ സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ പഠിച്ചു. ഗുഡ്, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ചോദിച്ചതിന് കറക്റ്റായിട്ട് അങ്ങനെയല്ല ഉത്തരം പറയാൻ. ഇനി ചോദിക്കരുത് ഈ ചോദ്യം. ആര് ചോദിച്ചാലും ഞാൻ പറയുന്ന അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് തീരുമ്പോഴത്തേക്ക് ഫൈൻ. നെക്സ്റ്റ്. സാറല്ല, അട്ടി കിട്ടും, തൊപ്പി എടുപ്പിക്കും ഞാൻ. ഡോക്ടർ TPS. തോറ്റ് തൊപ്പിട്ടിട്ടാ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വാ, ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ചോദ്യം ചോദിക്കുന്നവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് പറഞ്ഞൊന്നും കേട്ടില്ല. ഇങ്ങോട്ട് വാ, ഞാൻ ഇത്ര സമയം പറഞ്ഞല്ലോ കുറെ. അതെന്താന്നൊന്ന് പറഞ്ഞു കൊടുക്കും ബാക്കിയുള്ളവർക്ക്. ഞാൻ ഇപ്പൊ ഇയാൾ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം എന്തായിരുന്നു? ഈ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആണോ? അയാളെ സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചോളണം. ഇയാൾ ചോദിക്കുന്ന ചോദ്യം അടുത്ത ആളോട് ഞാൻ എന്താണെന്ന് പറയുമ്പോ വേഗാവരുത്. അതിന്റെ കുഴപ്പം എന്താ വെച്ചാല് ഇയാൾക്ക് ചോദ്യം ചോദിക്കണം എന്നുള്ള തിക്കുമുട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല, ചോദിക്കാൻ, ആ ടെൻഷനാണ് ഉള്ളിൽ. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഇരുത്തിയത് കുറച്ച് സമയം. കാരണം എനിക്കറിയാം ഈ സ്വഭാവം ഉണ്ടെന്ന്. നിങ്ങൾക്ക് പലർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാനല്ല, ബാക്കിയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കളക്ട് ചെയ്യാനാണ്. മനസ്സിലായോ? അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം. ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടോ അവൻ ചോദിച്ച ചോദ്യം? അത് എഴുതണം. അപ്പോഴേ ഇന്ന ചോദ്യം ഇന്നാള് ചോദിച്ചു, ഇന്ന് ഉത്തരാണ് പറഞ്ഞത്. അത് എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയിട്ടുണ്ടോ? അത് എഴുതണം. അല്ലെങ്കിൽ എന്ത് പറ്റും വെച്ചാൽ ഇപ്പൊ ഓർമ്മയുണ്ടാവും, നാളെ ഓർമ്മയുണ്ടാവില്ല. ഒരു മാസം കഴിയുമ്പോ അതിന് ഉത്തരം ഞാൻ പറഞ്ഞത്. അത് എഴുതണം. അത് എഴുതിയാലേ, പലരുടെയും ധാരണ എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്, ഞാൻ എന്തിനാ എഴുതണമെന്നാണ്. അത് എഴുതിയാലേ നാളെയും മറ്റന്നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്ന് ചോദിക്കും. അല്ല, ജപ്പാൻ ടെക്നോളജി ഉണ്ടല്ലോ, ജപ്പാൻ ടെക്നോളജി അനുസരിച്ച് മെമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലേണിംഗ് ചെയ്യുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചിട്ട് ജപ്പാനിലേക്ക് പോവാം. നമ്മുടെയൊക്കെ ധാരണ ജപ്പാൻ ടെക്നോളജി വളരെ വലുതാണ്, തായ്വാൻ ടെക്നോളജി വളരെ അങ്ങനെ ഒരു ലേണിംഗ് സിസ്റ്റം ഉണ്ട്. ദാറ്റ്സ് റോങ്. നമ്മൾ എപ്പോഴും കേട്ട സംഭവം, ഞാൻ ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? കേട്ടു, അത് വിഷ്വലൈസ് ചെയ്യണം. അത് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൂടെ പകർത്തി എഴുതുമ്പോൾ ബോഡിയിൽ ഒരു പ്രാവശ്യം ഇൻസ്ട്രക്ഷനായിട്ട് പോയി, അത് കുറേ കാലം ഇരിക്കും. അതുകൊണ്ടാണ് എഴുതണം എഴുതണം എന്ന് പറഞ്ഞത്. എന്തിനാ നമ്മുടെ നാട്ടിലൊക്കെ സ്പെല്ലിങ് തെറ്റിയ ഇമ്പോസിഷൻ 100 പ്രാവശ്യം എഴുതാൻ പറയണേ? റിപ്പീറ്റ്. റിപ്പീറ്റേഷൻ വിൽ ഗീവ് മെമ്മറി. അതല്ലെങ്കിൽ മെമ്മറി കുറവാണ്. അത് നിങ്ങൾ ഈ പറയുമ്പോൾ 2 കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടത്. ഇയാൾ ചോദിച്ചത് നന്നായി, എന്തും ചോദിക്കാം, ഇറ്റ്സ് നോട്ട് ടു ഫൈൻഡ് ഫോൾട്ട്. നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ്, 2 ഹാബിറ്റ്സ് ആണ് വേണ്ടത്. അതപ്പോൾ എഴുതണം. നോട്ട് ടേക്കിംഗ്, നോട്ട് മേക്കിംഗ്. നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അത് എഴുതിയെടുക്കുക. അത് എഴുതിയില്ലെങ്കിൽ, ഇപ്പൊ നാളെ നമ്മൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിലാണ് വർക്ക് ചെയ്യണം, അയാൾ എന്തെങ്കിലും പറയും, ഒന്നുകൂടി പറയുമെന്ന് ചോദിക്കാൻ പറ്റും? വി കനോട്ട്. ഇപ്പൊ റെക്കോർഡ് ചെയ്യാം, അന്നൊന്നും ചെയ്യാത്ത സമയത്ത്. ആ സമയത്ത് നമ്മൾ എഴുതുന്ന ചെറിയ നോട്ട് ഉണ്ടല്ലോ, ആ നോട്ടാണ് പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എഴുതണം 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 എന്ന് പറയുന്നത്. പിന്നെ എക്സെപ്ഷണലി ബ്രില്യൻറ്റും ബ്രൈറ്റ് ഒക്കെ എന്തായിരിക്കും, അങ്ങനെയുള്ളവരിവിടെ വരില്ല എന്ന് എനിക്ക് ഉറപ്പല്ല. ഈ സമയത്ത് തന്നെ വേറെ എവിടെയെങ്കിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടാകും, പോസിബിൾ. ഇവിടെ
നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞു അതിൻ്റെ പടം എടുത്തിട്ട് അയക്കണം. എത്രയോ കുട്ടികളുണ്ടെന്നറിയാം. പലപ്പോഴും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിനൊക്കെ ചേരുമ്പോഴാണ് ഒരു പ്രാവശ്യം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞാനപ്പോൾ പറയും അന്നത്തെ നോട്ടിൻ്റെ പിക്ചറൊക്കെ ആദ്യം, എന്നിട്ട് സംസാരിക്കാൻ ബാക്കി വരും. എൻ്റെ കീപ് സെൻഡിങ്. അപ്പോൾ ഇന്നലെ രശ്മി വന്നു ഇവിടെ കാണാൻ. രശ്മി വന്ന സമയത്ത് എനിക്ക് അയച്ച മെസ്സേജ് അയാൾ ഷോയി. ഇന്ന ദിവസമാണ് എന്നെ കണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടഡ് ഡയലോഗിങ് വിത്ത്. കണ്ടിട്ടില്ല. മെസ്സേജ് അയച്ചത് 2024 ഡിസംബർ 28-നാണ്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, അന്ന് ഞാൻ നടുവിൽ എൻ്റെ വീട്ടിലാണുള്ളത്. ആ സബ്ജക്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തറിയാം. ഓർമ്മയില്ല. ഐ മേ ബി ഏബിൾ ടു റിക്കലക്ട് ഓൾ ദാറ്റ്. പക്ഷേ റൈറ്റ് ഇറ്റ് ഡൗൺ, മോസ്റ്റ് എസെൻഷ്യൽ. ഓക്കെ, അസൈൻമെന്റ് ചെയ്തു. ഞാൻ ഒരു ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞു ചെയ്തു. അതിനകത്തൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. ചെയ്തു. അത് വായിച്ചില്ല. നിങ്ങളൊക്കെ പലരും മടിയന്മാരാണ്. എന്തിനാ ഞാൻ ചെയ്യണേ? ഡോണ്ട് ഡു ദാറ്റ്, ഡു ഇറ്റ്. അല്ല, ആദ്യം വീഡിയോ കൊടുത്ത ആരാന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവയ്ക്കുക. മനസ്സിലായ സംഭവം? എഴുതേണ്ട കാര്യം മനസ്സിലായ മോനെ? എന്താ ഇയാളുടെ പേര്? ആരോമൽ. ആരോമൽ ഇനി ആരോമലായിട്ടിരിക്കണം. ആരെ ആദ്യം കൊടുത്തിട്ടുണ്ടാവുക വീഡിയോ? ഗസ്. നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാനാണെന്ന് ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരാൾ. പലപ്പോഴും ചോദിക്കും, ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു വാക്ക്, ബിഫോർ ദ ക്യാമ്പ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്യാമ്പിന് പോകുന്നതിന്റെ തൊട്ട് മുമ്പ്. അപ്പൊ എന്ത് ചെയ്യും? ഇന്നലെ രാത്രി എനിക്ക് 4, 5, 6 ഒക്കെ വന്നു. ഞാൻ ഫുൾ പ്രോസസ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. ആദ്യം കിട്ടിയാളുടെ ഞാൻ ആദ്യം ഇട്ടു. ആരുടെ ആദ്യം ഇട്ടത്? എവിടെ എൻ്റെ നോയിഡക്കാരി? കമാ, ഇയാളാണ് ആദ്യം ഫസ്റ്റ് പേഴ്സൺ ടു സബ്മിറ്റ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഈ അറിയോ? എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു ബുക്ക്. ഐ ഹാവ് നോട്ട് ബ്രോട്ട് ഇറ്റ് ആക്ച്വലി. ഇതെന്താ? ഓക്കെ, അതിനായിട്ട് കൊണ്ടുവന്നു. ഇയാള് നോയിഡയിൽ നിന്നാണ് വന്നത്. ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നോയിഡയിൽ. ഒരു FM റേഡിയോ ഡോക്ടർ TPS നടിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ കാണാൻ നോയിഡയിൽ. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറ്റർഡേയും സൺഡേയും ഐ ഗോ ടു ദ മാൾ. ഞാനല്ല, എൻ്റെ ഒരു അവിടെ മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഞാൻ അസൈൻമെന്റ് കൊടുത്തു. സാറ്റർഡേ സൺഡേ പോയിട്ട് കുറേ ആൾക്കാരോട് ചോദിക്കുക, ലോകത്തിൽ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ പോകുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ അത് പ്ലേ ചെയ്തിട്ട് ഞാൻ അതിന് ഉത്തരം പറയും. ഇപ്പൊ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം. അത് മീഡിയ പഠിക്കുന്നവർക്ക് ആദ്യമായിട്ട് അങ്ങനെ അസൈൻമെന്റ് കൊടുത്ത് മീഡിയ സ്റ്റഡി സെപ്പറേറ്റ് ആക്കി മാറ്റിയത് ഞാനാണ്. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത സ്ഥലമാണ് ഇത്. അവിടെ IMS എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസസ്, അവിടെ ഞാൻ പഠിപ്പിക്കുന്നതായിരുന്നു. അവിടെ ഫസ്റ്റ് ഏത് അസൈൻമെന്റ് കിട്ടിയാലും, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അസൈൻമെന്റ് കൊടുക്കും. 150 പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ തീരുമാനിക്കും ഈ സമയമാകുമ്പോൾ ഞാൻ അസൈൻമെന്റ് ടൈം ക്ലോസ്ഡ്. അത് കഴിഞ്ഞ് വന്നവർക്കൊന്നും എല്ലാവർക്കും 0. എനിക്ക് എളുപ്പമാണ് മാർക്കിടാൻ. ഫസ്റ്റ് തരുന്ന ആൾക്ക് 100 ഔട്ട് ഓഫ് 100. എത്ര മോശമായാലും കുഴപ്പമില്ല. പക്ഷെ ഷീ ഹാസ് ഡൺ വെരി വെൽ. ഡോക്ടറിന്റെ ഒരു വീഡിയോയിൽ അങ്ങനെ കേട്ടായിരുന്നു. ഞാൻ കുറേ ഉണ്ട്, ഞാൻ അതും എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ലുക്ക് അറ്റ് SJM, ശിക്ഷാജ്ഞാനം മെൻറ്ററി. കുറേ കുട്ടികൾ ഞാൻ മെൻറ്റർ ചെയ്യണമെങ്കിൽ മിനിമം ചെയ്യേണ്ട കാര്യം, അതിൽ കുറേ പേരുണ്ട് എൻ്റെ മുഖം കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എഴുതി തരും. ഇറ്റ്സ് ഓക്കെ, അയച്ചോളൂ. ഐ വിൽ നോട്ട് പബ്ലിഷ്. പബ്ലിഷ് ചെയ്യാത്ത 1000 ഉണ്ടാവും. അപ്പൊ ഇതിൽ തന്നവർ കുറച്ച് പേരുണ്ട്, അതിനകത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ട്. സർ എന്ന് പറഞ്ഞു. ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നിർത്തിയത്. ഇപ്പോൾ കോൺഷ്യസ് ആവും. എന്താവണം? കോൺഷ്യസ്, ജെന്യൂൻ. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരുന്നത് നിങ്ങളുടെയൊക്കെ ധാരണ, ഞാൻ നല്ല പോലെ പഠിക്കുന്നുണ്ട്. നോ. അമേരിക്കയിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഇഫ് യു ഡോണ്ട് ഇന്ററാക്ട് വിത്ത് ദ ഗസ്റ്റ് സ്പീക്കേഴ്സ് യു വിൽ നോട്ട് ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എ ജോബ്. മനസ്സിലാവുണ്ടോ? ഇപ്പൊ നമ്മൾ 1000, 10,000 കണക്കിന് പിള്ളേരെ കാണുന്നില്ലേ? അവരൊരാൾ പറയും എനിക്ക് എവിടെയെങ്കിലും ജോലിയാക്കി തരും. ഹൗ ഡു ഐ നോ യു? ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, പക്ഷെ ഹൗ ഡു ഐ റിമെമ്പർ യു? അപ്പൊ എങ്ങനെ ആരെയാ നമ്മൾ ഓർക്കുക? ആരെ ഓർക്കുക? നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. ആണോ അല്ലയോ? അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട് എനിക്ക്. 3 കോടി രൂപയാണ് MIT ബോസ്റ്റണില് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെലവാക്കുന്ന കാശ് ഓൾമോസ്റ്റ് 3 crores. I have students who have done total full fellowship, including accommodation free. And they have given a project in the university.
ആ പ്രോജക്റ്റ് എന്തായിരുന്നു? വെബ്സൈറ്റ് മെയിൻ്റനൻസ് ഓഫ് MIT ആണ്. എന്താ കാരണം? എൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ആ സ്റ്റുഡൻ്റാണ്. ഞാൻ അസൈൻമെൻറ്റ് കൊടുത്തതാണ്. അന്ന് എല്ലാ ദിവസവും വഴക്കോട് വഴക്കായിരിക്കും. അങ്ങനെ ചെയ്തത് കൊണ്ട് ഉണ്ടാക്കിയ കാശ് എത്രയാണ്? എന്നിട്ട് ഇപ്പൊ കിട്ടുന്ന ശമ്പളം എത്രയാണ്? ഹ്യൂജ് മണി. അത് ഏത് കൊല്ലാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയത്? 2009. ഓക്കെ, ആ 2009 മുതൽ ഇന്ന് വരെ DP മാറ്റിയിട്ടില്ല. 2009 മുതൽ ഇന്ന് വരെ DP മാറ്റിയിട്ടില്ല. പക്ഷേ ഫോണും എല്ലാ 6 മാസം കൂടുമ്പോഴും ഫോൺ മാറ്റും. ഓക്കെ, എന്നിട്ട് ഇന്നലെ ചോദിച്ചത് എന്നോട്, Do you have your eye prescription? ഈ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോന്നാ ചോദിക്കുന്നത്. എന്തിനാ അറിയോ? അടുത്ത ലീവിന് വരുന്ന സമയത്ത് സ്പെക്സ് മാറ്റിത്തരാം. ഇത് ഓൾറെഡി മെറ്റാ ക്ലാസ് ആണ്. ദിസ് ഈസ് ഗിഫ്റ്റഡ് ബൈ ഹർ. അപ്പൊ അടുത്ത ട്രിപ്പിന് വരുമ്പോൾ എനിക്ക് ഇതിനകത്ത് പണ്ടെടുക്കാം, കേൾക്കാം. അതാണ് മെറ്റാ ക്ലാസ്. അത് ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഗോട്ട് ഇറ്റ്. പക്ഷെ ഇപ്പൊ എന്തിനാ ചോദിക്കുന്ന അറിയോ? അടുത്തൊരു മോഡൽ വന്നിട്ടുണ്ട്. ഐ ക്യാൻ സീ ദ ഹോൾ സ്ക്രീൻ ഹിയർ. ഈ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവവും എനിക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഐ ക്യാൻ സീ ദ മൂവി ഹിയർ. എനിക്ക് വീഡിയോ ഇവിടെ കാണാം. അത് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ പ്രിസ്ക്രിപ്ഷൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി അതിനകത്ത്? നോ എന്ന് എഴുതി, വേണ്ടാന്ന് വെച്ചിട്ട്. പക്ഷെ അതിൽ ഫൈൻഡ് ഔട്ട് ഇത് എവിടെയാണോ ഉണ്ടാക്കിയത് ആ സ്ഥലത്ത് നിന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് എൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് കൊണ്ടുവരുന്ന ഉറപ്പാണ്. അപ്പൊ ഈ മക്കളൊക്കെ, ഈ സ്റ്റുഡൻസ് ഒക്കെ എന്താണ് എൻ്റെ ഗുണം? നാളെ കുറെ കാശുണ്ടാക്കും, എനിക്ക് ഇങ്ങനെയൊക്കെ തരുമല്ലോ. ഡോണ്ട് വറി. ഓക്കെ, ഇനി നല്ല സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ they become excellently brilliant. പഠിച്ച കോളേജോ നോർമൽ കോളേജ് ആയിരിക്കും. അപ്പോൾ യു ക്യാൻ ഡു വണ്ടേഴ്സ്. ആക്ച്വലി നിങ്ങളുടെ ധാരണ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും ജപ്പാൻ ടെക്നോളജി ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവം നടക്കില്ല. ഇയാൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഐ ഹാവ് എ ബ്ലോഗ്, ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ നടക്കുന്ന ഫുൾ കാര്യങ്ങൾ എല്ലാവരുടെ ബുക്കിൻ്റെയും ഡിസ്കഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പാരഫ്രൈസ് ചെയ്തിട്ട് എൻ്റെ ബ്ലോഗിൽ എനിക്ക് അയച്ചു തരും. അന്ന് ഇട്ടത് കൊണ്ട് ഇപ്പോഴും കിടക്കണത്. സോ ഡോക്യുമെന്റേഷൻ മോസ്റ്റ് എസെൻഷ്യൽ. ഡോക്യുമെന്റേഷൻ. ഞാൻ MBA ചെയ്തത്, ഐ എം എൻ MBA. എൻ്റെ സബ്ജക്ട് എന്താണെന്നറിയോ? നോളജ് മാനേജ്മെന്റ് ആണ്. എന്താണ്? ഇസ്രോയിൽ ഡോക്യുമെന്റ്. എനിക്കിപ്പോൾ എല്ലാം അറിയാം. റോക്കറ്റ് ഒക്കെ എങ്ങനെയാ പോണത് കറക്റ്റായിട്ട് അറിയാം. ഞാൻ ഒരു സീനിയർ സയന്റിസ്റ്റ് ആണ്. റോക്കറ്റിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടാ ഞാൻ പറയും. നല്ല ഡോക്ടറാണ്. ഒരാളെ കണ്ട രോഗം പറയാൻ പറ്റും. അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ വേറെ ആർക്കും അത് അറിയോ? അപ്പൊ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്താലേ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കണ്ടു പഠിച്ചു, അത് വേറെയാണ്. അത് ജപ്പാൻ സിസ്റ്റമാണ്. എന്താ കുഴപ്പമില്ല, ജപ്പാൻ സിസ്റ്റം നല്ലതാണ്. ജപ്പാനിൽ ഇങ്ങനെയുള്ള പിള്ളേരെ ഇരുത്തിട്ട് എന്താ പഠിപ്പിക്കാൻ അറിയോ? ഹൗ ടു റൈറ്റ് ലവ് ലെറ്റേഴ്സ് എന്നാണ്. എന്താ കാരണം? അവരൊരാൾക്കും ഒന്നും കൊടുക്കില്ല. സെൽഫ് 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 സെന്റേർഡ് ആയതുകൊണ്ട് നോബഡി ലവ്സ് ഈച്ച് അതർ. അപ്പൊ മക്കളെ എങ്ങനെയെങ്കിലും പ്രേമിക്കാൻ പഠിപ്പിക്കുകയാണ്. കാരണം സെൽഫ് സെന്റേർഡ് ആയിട്ട് കഞ്ചൂസ് അങ്ങേ അറ്റത്താണ്. ഞാനൊരു ഐസ്ക്രീം കൊടുക്കുമ്പോൾ ആലോചിക്കും തിരിച്ചെന്താ കിട്ടുക അല്ലേ? കേരളത്തിൽ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വലിയ പ്രശ്നമായിരുന്നു. ഒരു മന്ത്രിയുടെ പേരായിരുന്നു അത്. അപ്പൊ നമ്മൾ അങ്ങനെ ആവരുത്. ഡോണ്ട് ട്രൈ ടു ഇന്റർപ്രറ്റ് ഓർ ലേൺ സംതിങ് ഫ്രം കൊറിയ. ബെസ്റ്റ് ലോക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മെയ്ഡ് ഇൻ കൊറിയ. കണ്ടോ സിനിമ? ഞാൻ എല്ലാ സിനിമയും കാണുന്നതാണ്, കൊറിയൻ സിനിമയും കാണും. തമിഴ്നാട്ടുകാരി അഭിനയിച്ചില്ല. കണ്ടോ സിനിമ? ഷീ വാണ്ടഡ് ടു ഗോ ടു കൊറിയ ആൻഡ് ദെൻ തോട്ട് ദാറ്റ് കൊറിയ ഈസ് എ ഗ്രേറ്റ് വേൾഡ്. അവിടെ പോയി നോക്കുമ്പോഴാണ് കുക്കിന്റെ പണി പോലും കിട്ടിയിട്ടില്ല. എന്നിട്ട് അവസാനം ഒരു വീട്ടിൽ വേലക്ക് നിന്നു. ആ വേലക്ക് നിൽക്കുന്ന ആ അമ്മയോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ആ അമ്മ വയ്യാണ്ട് ബെഡ് റിഡനാണ്. ആരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെഡ് റിഡൻ ആവുകയാണ്. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എന്നിട്ട് ഈ കുക്ക് വന്ന സമയത്താണ് പുതിയ ലൈഫൊക്കെ തോന്നിയിട്ട് നമുക്ക് രണ്ടാം കൂടി പിന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങാന്ന് പറയും. എന്നിട്ട് ഈ അമ്മ വളരെ ആക്റ്റീവാണ് ഈ കുക്കിന്റെ കൂടെ. എന്നിട്ട് ഒരു പ്രാവശ്യം ഇയാള് മകൻ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയുടെ ഫുഡിന്റെ ടേസ്റ്റ്, അപ്പൊ അകത്ത് അമ്മയുണ്ട്. അമ്മ ഓടിപ്പോയിട്ട് പിന്നെയും ബെഡിൽ കിടന്നു. നല്ല ബ്യൂട്ടിഫുൾ സിനിമയാണ്. അതൊരു തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ളൊരു മെയ്ഡ് ഇൻ കൊറിയ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇറ്റ്സ് എ ലേറ്റസ്റ്റ് തമിഴ് ആക്ട്രസ് മെയ്ഡ് ഇൻ കൊറിയ.
മെയ്ഡ് ഇൻ കൊറിയ എന്നാണ് തോന്നുന്നു. യെസ്, മെയ്ഡ് ഇൻ ഗോട്ട് ഇറ്റ്. ഇപ്പം യു ഷുഡ് എൻജോയ് ലൈഫ്. ഞാൻ എല്ലാ സിനിമയും കാണുന്നതാണ്, ഒരുവിധം എല്ലാ സിനിമയും കാണും. ദൃശ്യം 3 റിലീസ് ഡേ കാണും. നമ്മുടെ എല്ലാ സിനിമകളും കാണണം. എന്താണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ എല്ലാം പഠിക്കണം, അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ എഴുതണം. എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഹൈദരാബാദിൽ. ഞാൻ ഇന്ന ഏത് റെസ്റ്റോറൻറ്റിലും ഇന്ന റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ടേബിൾ നമ്പറും നമ്മുടെ പടമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ പിള്ളേർ. കാരണം ഈ ഫുഡിൻ്റെ റിവ്യൂ എഴുതിയിട്ട് ഹോട്ടലുകാരുടെ പിന്നെ കോണ്ടാക്റ്റുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. അപ്പം നമ്മൾ വെറുതെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കില്ലേ, റൈറ്റ് എ റിവ്യൂ. മൂവി ടിക്കറ്റ് ഫ്രീ കിട്ടുന്ന കുട്ടികളുണ്ട് റിലീസ് ഡേയിൽ, കാരണം അവർ റിവ്യൂ എഴുതുന്നവരാണ്. ഐ ഗോട്ട് വൺ ഓഫ് മൈ സ്റ്റുഡൻറ് ഇൻ കൊച്ചിൻ. എൻ്റെ പണ്ട് സെന്റ് തെരേസസ് കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടിയാണ്. ഈ ഓരോ ബുക്ക് വായിച്ചാലും റിവ്യൂ എഴുതാൻ പറഞ്ഞു. ഇന്ന് അവരുടെ കയ്യിൽ 40 ലക്ഷം രൂപയുടെ ബുക്ക് ഫ്രീ കിടക്കുന്നുണ്ട്. പീപ്പിൾ ഹവ് സെൻഡ് ബുക്സ് ടു ഹെർ ടു റൈറ്റ് റിവ്യൂസ്. മനസ്സിലാണ്ടോ? അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഡോക്യുമെന്റ്. ഇയാൾ പറഞ്ഞത് പറയാൻ പറ്റും. അതുകൊണ്ട് നല്ല ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണ്. ഓക്കെ, ബുക്ക് കോൾഡ് ലൈഫ് മെയ്ഡ് സിമ്പിൾ. ഇവിടെ ഇല്ല, കൊണ്ടുവന്നില്ല. ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ആരൊരാൾ പറഞ്ഞാൽ ഐ ആം ട്രാവലിംഗ്, ഈ അസൈൻമെന്റ് കൊടുത്തത് മുതൽ ഇന്ന് വരെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലല്ലോ അല്ലേ? ഞാൻ കണ്ണൂർ ക്യാമ്പ് നടത്തുമ്പോൾ ഒരാൾ പറയും, എന്താണ്, മൂവാറ്റുപുഴയാണ് എൻ്റെ വീട്, എൻ്റെ ആഗ്രഹം എന്താണ്, NDA പോവാൻ. ഞാൻ കണ്ണൂർ ഒരു ക്യാമ്പുണ്ട് വരും. അയ്യോ, കണ്ണൂർ വരെ വരണ്ടേ? അപ്പൊ ഞാൻ താൻ മൂവാറ്റുപുഴയിൽ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് തുടങ്ങുമ്പോൾ ചേർന്നാൽ മതി ആർമിയിൽ, അല്ലേ? ആർമിയിൽ ചേരുമ്പോൾ എവിടെ പോകണം? മസൂറിൽ പോകണം ട്രെയിനിങ്ങിന്. മസൂർ ഇങ്ങോട്ട് വരുമോ? മൂവാറ്റുപുഴയിൽ വരുമോ? ഇല്ലല്ലോ. സോ യു ഹാവ് ടു ട്രാവൽ. അപ്പൊ അതിന് റെഡി ആവണം എപ്പോഴും. അത്യാവശ്യം ഫസ്റ്റ്, ഡോണ്ട് ലുക്ക് ഫോർ ദ ലാസ്റ്റ് ഡേറ്റ്. അതും നമ്മുടെ അക്കാഡമിക്സിന്റെ ഏറ്റവും വലിയ പ്രോബ്ലമാണ്. നമ്മളെന്താ പറയാ, യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ബിഫോർ എന്ന് പറയും. ഈ എമിറേറ്റ്സ് എനിക്കൊരു ഗിഫ്റ്റ് വന്നു കഴിഞ്ഞ ആഴ്ച. ഒരു ദിവസം ദുബായിൽ താമസിക്കാനുള്ള വിസയും ഹോട്ടലും. കാരണം ജർമ്മനിയിൽ നിന്ന് വരുന്ന ഫ്രാങ്ക്ഫർട്ട് ഫ്ലൈറ്റ് വാസ് ഡിലേഡ്. അത് എമിറേറ്റ്സ് തന്ന ഗിഫ്റ്റാണ്. നീ അതും വെച്ചിട്ടാണ് നടക്കുന്നത്. ആരാണ് കിട്ടിയോ പേര്? എന്താണ് പേര്? കിട്ടിയോ പേര്? എന്താണ് പേര്? ആരെങ്കിലും ഏതെന്തിനാ ചോദിക്കുന്ന വെച്ചാൽ എനിക്ക് കിട്ടാത്തതുകൊണ്ടല്ല. ആരെങ്കിലും 3 പ്രാവശ്യം 2 പ്രാവശ്യം പേര് ചോദിച്ചാൽ ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമല്ലോ ഇല്ലേ? കംപ്ലീറ്റ് ബയോഡാറ്റ കയ്യിലില്ലേ? പിന്നെ എന്തിനാ ചോദിക്കണേ? ഹൗ വെൽ യു പ്രൊനൗൺസ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്പർ 1. നമ്പർ 2, ഏത് കാര്യവും 2 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ യു ഷുഡ് സ്പെൽ ഇറ്റ്. മനസ്സിലായോ? Spell it. What's your name? What's your name? Use the mic. Keep it here. നീ ഇവിടെ വെക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതല്ലേ. ഇവിടെ വെച്ച് സംസാരിച്ചാലും നിങ്ങൾക്ക് കേൾക്കാം. ഇതാണ് വേവ് തിയറി. സൗണ്ട് ഈസ് വേവ്, വൈബ്രേഷൻസ് ആണെന്ന് നമ്മൾ പറയാറില്ലേ. ഇവിടെ ക്യാച്ച് ചെയ്യുന്നത് എന്താണ്? സൗണ്ട് അല്ല, എന്താണ്? വൈബ്രേഷൻ ഓഫ് ദ എയർ ആണ്. വൈബ്രേഷൻ ഓഫ് ദ എയർ വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് പറഞ്ഞാലും മതി. ഓക്കെ, ഓക്കെ, മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. സ്പേസിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. സ്പേസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനും ഇവന്റെ ഭാഷ സംസാരിക്കും. നീ ഏത് നാട്ടുകാരനാ? മലപ്പുറം. മലപ്പുറത്തുകാർ കുറച്ച് ഫാസ്റ്റായിട്ട് സംസാരിക്കാം. ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. തൃശ്ശൂരാണ് അതിനേക്കാളും കുഴപ്പമായി. പറയും. ഈ അമേരിക്ക പുതിയതായിട്ട് പുറത്തു പതുക്കെ ചോദിക്കുമോ? എനിക്ക് വേണ്ടിയിട്ടല്ല. യു എന്തിനെ കുറിച്ചാ പറയേണ്ടത്? യു എന്താണ് UFO? യു വരുമ്പോ സ്പേസിൽ പോകുമ്പോഴൊക്കെ അൺമാൻഡ് എന്നാണ്. അങ്ങനെയാണോ? അൺഡിഫൈൻഡ് അല്ല, അൺഐഡന്റിഫൈഡ് ആണ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ്. അതെന്താ ചെയ്യാം? ഇപ്പം ഇയാളെ ഞാൻ കാണുന്നത് ഇയാളിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ ലൈറ്റ് ഇറേഡിയേഷൻ കൊണ്ടാണ്.
ഇതിൽ നിന്ന് ഓരോ ലൈറ്റും എൻ്റെ കണ്ണിൽ വരുമ്പോൾ അത് വരാതിരിക്കുന്ന പെയിന്റ് അടിക്കും. അതിന് സ്റ്റെൽത്ത് പെയിന്റ് എന്നാണ് പറയുക. എന്താ പറയാ? ആ സ്റ്റെൽത്ത് പെയിന്റ് അടിച്ചിട്ടുള്ള മിക്കവാറും ഈ ആർമി, നേവി, ഷിപ്പുകളൊക്കെ സ്റ്റെൽത്ത് പെയിന്റഡ് ആണ്. റഡാറിന് പോലും പിടിക്കാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ സംഭവം. ബാക്കിയുള്ളവർ ഇന്റർസെപ്റ്റ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ അത് നടക്കില്ല. കാരണം കളർ നോക്കിയിട്ട് മാത്രമല്ല, ടെമ്പറേച്ചർ നോക്കിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ക്യാമോഫ്ലേജിങ് എന്ന് പറഞ്ഞ സംഭവമില്ലേ? ഇപ്പം ഇവിടെ മിലിറ്ററിക്കാരുടെ കുറേ സാധനം ഉണ്ടെന്ന് ചോദിച്ചാൽ മിലിറ്ററിക്കാരുടെ വണ്ടി അതിനകത്ത് പോയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് മൂടിയിട്ട് അവരുടെ ഡ്രസ്സ് കണ്ടിട്ടില്ലേ അല്ലേ? ഈ വെജിറ്റേഷൻ്റെ ഒക്കെ അതേ കളറിലുള്ള ഡ്രസ്സ് ഇട്ട് ക്യാമോഫ്ലേജിങ്ങിനാണ്. പക്ഷെ അത് കാര്യമില്ല. നമ്മൾ സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, പടത്തിൽ കണ്ടാൽ ബുഷാന്നേ കാണുള്ളൂ. അപ്പൊ നമ്മൾ പടം എന്ത് വെച്ചിട്ടല്ല കാണുക? വിസിബിൾ റീജിയൻ അല്ല കാണുക. വിസിബിൾ റീജിയൻ 0.4 മൈക്രോമീറ്റർ ടു 0.7 മൈക്രോമീറ്റർ. അത് കാണാൻ പറ്റാത്ത സംഭവങ്ങളായിട്ട് മാറ്റുമ്പോൾ അതിനാണല്ലോ അടച്ചുപൂട്ടുന്നത് താഴത്തേക്ക്. നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? തെർമൽ റീജിയൻ ആയിരിക്കും. ഇപ്പൊ വണ്ടി ഓടിയാൽ എന്തായാലും വണ്ടിക്ക് ചൂടുണ്ടാവില്ലേ അല്ലേ? അപ്പൊ ഇന്നലെ വരെ ചൂടില്ലാത്ത സ്ഥലത്ത് ഇന്ന് ചൂടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ആരോ എന്തോ ഒളിപ്പിച്ചെന്ന് അർത്ഥം. ഇപ്പൊ ടെമ്പറേച്ചർ നോക്കും, ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പൊ ഉപയോഗിക്കുന്നത് അൺഐഡന്റിഫൈഡ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പെയിന്റ്, സ്റ്റെൽത്ത് പെയിന്റും. പക്ഷെ ഏത് റോക്കറ്റും ഏത് മിസൈലും ഒക്കെ പോകുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ദെൻ വി ക്യാൻ ക്യാച്ച്. അപ്പൊ നമ്മൾ കാണുന്നത് ഇമേജുകളൊക്കെ നാച്ചുറൽ കളറിലല്ല കാണുക, ഫാൾസ് കളർ കോഡഡ് ഇമേജസ് ആണ്. എന്താണ്? FCC എന്നാ പറയാ, ഫാൾസ് കളർ കോഡഡ് ഇമേജസ്. അപ്പൊ ഫാൾസ് കളർ കോഡഡ് ഇമേജിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇപ്പൊ കോവിഡ് കാലത്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തൊടാതെ ഗണ്ണ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടില്ലേ അല്ലേ? എന്താ കാരണം? ഇപ്പൊ കോവിഡ് കാലത്ത് ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ 1985 ഹോങ്കോങ്ങിൽ പോയപ്പോൾ ദേവർ ടെസ്റ്റിംഗ് ലൈക്ക് ദിസ്, യു ക്യാൻ ഗോ, ടെമ്പറേച്ചർ ഇല്ല. അപ്പൊ നമ്മൾ അവർ ഇമേജ് ചെയ്യാണ്, നമ്മുടെ ടെമ്പറേച്ചർ ഇമേജ് ചെയ്താൽ മനസ്സിലാവും. മീനിനെ പിടിക്കാൻ കടലിൽ നമ്മുടെ സാറ്റലൈറ്റ് ഉണ്ട്, ഓഷനോഗ്രഫി സാറ്റലൈറ്റ്സ്. അതെന്താ ചെയ്യാം? ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ മാപ്പ് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിട്ടാണ് ഫിഷ് സെറ്റിൽ ചെയ്യുക. അപ്പൊ മുക്കുമാരോട് പറയും അവിടെ പോയാൽ പിടിക്കാം. അപ്പൊ അതിനുപയോഗിക്കുന്ന മാപ്പിംഗ് മെത്തഡോളജി ടെമ്പറേച്ചർ മാപ്പിംഗ് ആണ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് വരും. ഇപ്പൊ മിലിറ്ററിയിൽ പലരും പല ടെക്നോളജിയും ഉപയോഗിക്കുന്നത്. ഗുഡ്. വിൽ ടേക്ക് എ ബ്രേക്ക് നൗ. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇന്ററാക്ട് വിത്ത് പീപ്പിൾ. ഇതിൽ ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടതായിരിക്കും. എത്ര ആൾക്കാരുടെ പേരറിയാം? എത്ര ആൾക്കാരുടെ പേരറിയാം? ഗസ് കം. നിങ്ങളുടെ പേരല്ല വേറെ പേര് പറഞ്ഞാൽ സമ്മതിക്കരുത് കേട്ടോ. ഇപ്പം പേര് മാറ്റി പറയാനും പാടില്ല, ഇയാളെ തൊപ്പിക്കാൻ വേണ്ടിട്ട്. എന്റെ പേര് അതല്ല എന്നും പറയുന്നു. സ്വന്തം പേര് പറ ആദ്യം. ശ്യാം മോഹിത്. പതുക്കെ. ശ്യാം മോഹിത്. ശ്യാം മോഹിത്, SHYAM, തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ. അമല ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ഇരിങ്ങാലക്കുട. എന്റെ വീട് കാണാൻ എളുപ്പമാണ്. ഗോ ടു ഗൂഗിൾ മാപ്പ്, സെർച്ച് ഡോക്ടർ TPS. യു വിൽ സി 3 houses. One in ഇരിങ്ങാലക്കുട, one in ഹൈദരാബാദ് and one in നടുവിൽ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. അല്ല, നീ പേര് പറയാ, അയാൾ എഴുന്നേക്കും. അവിനാഷ്. അവിനാഷ് ഒന്ന് എഴുന്നേക്കാം. അപ്പൊ എല്ലാവർക്കും ഒരാളുടെ പേരും കൂടി കിട്ടി. മനസ്സിലായോ? അവിനാഷ്. അവിനാഷ് ഏത് നാട്ടുകാരനാ? അതറിയില്ല, സാറില്ല, പൊട്ടെ. പാർത്ത്. അദ്വിത്. പാർത്ത്, അദ്വിത്, ആരോമൽ. ആരോമൽ. പരിചയപ്പെട്ട് പേര് മതി, ദാറ്റ്സ് ഇനഫ്. ഈവൻ ഇവിടെ വന്നിട്ട് പേര് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ആ ശ്രദ്ധിച്ചോന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. യു മസ്റ്റ് ഇന്ററാക്ട്. കഴിഞ്ഞോ? ഗുഡ്. മെമ്മറൈസേഷൻ ഈസ് എ ഗ്രേറ്റ് എബിലിറ്റി. ആൾക്കാരുടെ പേര് വിളിച്ച് സംസാരിക്കാൻ പറ്റുക. ഇതിപ്പോഴല്ല നിങ്ങളെ സഹായിക്കാം. നല്ല ടോപ്പ് ബോസ് ഒക്കെ ആവുന്ന സമയത്ത്
ഓരോ സബോർഡിനേറ്റിൻ്റെയും പേര്. ഞാൻ റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ. സോ വി ഹാഡ് എ ഡയറക്ടർ, വി ഹാഡ് എ രജിസ്ട്രാർ. ഇവർ രണ്ടാണ് ടോപ്പ് ആൾക്കാർ. ഫൈൻ. ഡയറക്ടർ നല്ല ബുദ്ധിയൊക്കെ ഉള്ള മനുഷ്യനൊക്കെ ആണല്ലോ ആണ്. പക്ഷെ സാധാരണ ഈ രജിസ്ട്രാർ എന്ന് പറയുന്നത് TN ശേഷന്റെ ശിഷ്യനായിരുന്നു എൻ്റെ രജിസ്ട്രാർ, പറവൂക്കുകാരനാണ്. ഞങ്ങൾ കൂടിയാണ് പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ്രോന്റെ. അങ്ങനെയാണ് IAST ഒക്കെ വന്നത്. രണ്ടുപേരും പടംവലി മത്സരം. എന്താണ് പടംവലി മത്സരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേര് വിളിച്ചിട്ട് ആൾക്കാരെ വിളിച്ചാൽ മാത്രമേ നിങ്ങളുടെ ടീമിൽ കിട്ടുള്ളൂ ആണ്. യു അണ്ടർസ്റ്റുഡ്? ഇയാൾ വാ എന്ന് പറഞ്ഞ് തടി നോക്കിയിട്ട് കാര്യമില്ല. യു മസ്റ്റ് നെയിം ആൻഡ് ദെൻ കോൾ ദം. അപ്പോഴാണ് മനസ്സിലായത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സാർ എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാറ് വാ എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? യു മസ്റ്റ് നോ ദ നെയിംസ് ഓഫ് പീപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. ഗോട്ട് ഇറ്റ്? ഇനി ആർക്കെങ്കിലും ട്രൈ ചെയ്യണം? കുറേ പേരുകൾ ഇതും പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്താ പഠിച്ചെന്ന് ആരാ പറയേണ്ടത്? നിങ്ങളാണ് പറയേണ്ടത്. അതിനെയാണ് റിപ്പോർട്ട് എഴുതുക. അത് വലിയ സെന്റൻസ് വേണമെന്നില്ല, ബൈ പോയിന്റ് വൈസ് ആയാലും മതി. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ടെക്നിക്കൽ ടേംസ് അത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരിക. അതുപോലെ വേറൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ റൈറ്റ് ദാറ്റ് ഓൾസോ. കാരണം അതിൽ നിന്നും കുറേ നോളജ് ഉണ്ട്. കാരണം ഇന്ററാക്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് അല്ല, ഇന്ററാക്ഷൻ ആണ്. Got it? Want to speak? എന്നോടാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടാണെന്ന് തോന്നിയിട്ടാണല്ലോ ചോദിച്ചത്. അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കണ്ടല്ലോ. എനിക്ക് മൈക്ക് വേണോ? വേണ്ട. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഓരോ തമാശ പറയുമ്പോഴും ഞാൻ ദുബായിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയിട്ട് ഞാൻ എന്തോ തമാശ പറഞ്ഞിട്ട് അവർ ചിരിക്കാത്തപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് സ്ഥലം നോ ക്ലാസ്, ടാറ്റാ ബൈ ബൈ എന്ന് ഞാൻ പോയി. ഒരു ഫ്ലൈറ്റ് വരും. ഇപ്പൊ പണി നോക്കണം, നിന്റെ കാശ് ഞാൻ തരാം. അത് റെസ്പോൺസ് ഇല്ല. എന്ന് വെച്ചാൽ അത് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആക്കിയതാ അവരെ ടീച്ചേഴ്സ്. സാർ നമ്മൾ തന്നെ ഒരു ചിരിക്കുന്ന മുഖം കാണുമ്പോഴാണോ നമുക്ക് സന്തോഷം, അല്ല കരയുന്ന കാണുമ്പോഴാണ് സന്തോഷം എന്ന് പറയുന്നത് അല്ലേ? ആ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കുറേ കെമിസ്ട്രി ഉണ്ട്. ദാറ്റ് വിൽ മേക്ക് യു ടു അട്രാക്ട് പീപ്പിൾ. നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടു, പക്ഷെ എപ്പോഴും മുഖം, നിങ്ങളൊരു വട്ടം വരയ്ക്കാം, മുഖം 2 തരത്തിലുള്ള മുഖം വരയ്ക്കാം. നിങ്ങൾക്ക് ഒരു റൗണ്ട് വരയ്ക്കാം. റൗണ്ട് വരയ്ക്ക് വേഗം വരയ്ക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കാം. നിങ്ങൾ നോക്കുക, പൊക്കെടുക്കുക, വരയ്ക്കുക, തീർന്നില്ല കഥ. ഓക്കെ. ഈ വായയില്ലേ, കരയുന്ന സമയത്ത് വായ താഴത്താണ് റൗണ്ട് വരിക. കണ്ടിട്ടുണ്ടോ? അവരുടെ ഈ ചിരിക്കാത്തവരൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ എവിടെയെങ്കിലും ഒരു മസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. നോട്ടീസ്ഡ് ഇറ്റ്. കുറേ കാലം കഴിഞ്ഞ് ചിരിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു വളവ് വരും. വളവ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. ഫൈൻ. ഇങ്ങനെ വായ വരക്കും. താഴത്തൊരു വായ വരക്കുന്ന സ്ഥലമില്ലേ, സ്ട്രെയിറ്റ് വരക്കുന്നതിന് പകരം ചെറിയൊരു റാ വരയ്ക്കുക. കണ്ണെന്ത് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കാം മുകളിലേക്ക്. ഇപ്പൊ ചിരിക്കുന്നതാണോ കിട്ടിയ കരയുന്നതാണോ? അത് ഇങ്ങനെ വരച്ചത് നേരെ റിവേഴ്സ് വരയ്ക്കുക. ഇങ്ങനെ വരച്ചത് നേരെ റിവേഴ്സ് വരയ്ക്കുക. അതാണ് ചിരിയും കരച്ചിലും മുഖം വരയ്ക്കുമ്പോഴുള്ള. ആർ യു ഗെറ്റിംഗ്? അപ്പൊ നമ്മുടെ കണ്ണ് എങ്ങനെയാവണം? കണ്ണെങ്ങനെയാവണം? വായ എങ്ങനെയാവണം? അപ്പൊ മസിൽ വിൽ ചേഞ്ച്. ഇപ്പൊ നിങ്ങൾ ചിരിക്കാതെ പ്രാക്ടീസ് ചെയ്താൽ മസിൽ ചേഞ്ച് ചെയ്യും മുഖത്ത്. മനസ്സിലായോ? അപ്പൊ കാണാൻ ഭംഗി എന്ന് പറയുന്നത് നോട്ട് ദ സ്ട്രക്ചർ ബട്ട് ദ സ്മൈൽ മേക്സ് യു ലുക്ക് ഗുഡ്. നല്ല അതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് എന്ത്? ഭാഷ. കേയൂരാണിന ഭൂഷയന്തി പുരുഷം, കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വലം. നല്ല കുറേ മാലയും വളയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. വിലേപനം, നല്ല പോലെ കോസ്മെറ്റിക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ല കാര്യം. അങ്ങനെയുള്ളവരൊന്നും നമ്മൾ ഓർക്കില്ല. ആരെ ഓർക്കുക? വാക് ഭൂഷണം ഭൂഷണം. വാക് ഭൂഷണം ഭൂഷണം. നല്ല വാക്ക് പറയുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. നിങ്ങളൊരു മാരേജിന് പോയി 1000 പേര് ഏറ്റവും നല്ല ഡ്രസ്സ് ചെയ്ത് വന്ന ആളെയാണോ നിങ്ങൾ ഓർക്കുക?
അല്ല, വന്നിട്ട് ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാലോ, ഈ കമ്മൽ എന്ത് ഭംഗി എന്ന് വെച്ചിട്ട് കാണുന്നവരോടൊക്കെ അങ്ങനെ പറയരുത് കേട്ടോ. നാളെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഓർക്കോ ഇല്ലയോ? ഇപ്പൊ അപ്രീഷിയേറ്റ് സംബഡി എൽസ്, ആ അപ്രീസിയേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്മൈലിംഗ് വരും. അതാണ് പറഞ്ഞത്. നമ്മൾ തമാശ പറയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ വരിക? ആ ചിരിയിലാണ് വരേണ്ടത്, അല്ലേ? ചൈനക്കാരൊന്നും ചിരിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങളും ചിരിക്കില്ല. എന്ത് ചെയ്യും? അവർ ജനിച്ചതേ ചിരിച്ചുകൊണ്ടാണ്, അതാണ് അവരുടെ കുഴപ്പം. അവരുടെ കണ്ണും ചിരിക്കും, വായയും ചിരിക്കും. ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ ഈ കണ്ണ് വളരെ ചെറുതാണല്ലോ അവരുടെ, അപ്പോൾ അവർക്കൊരു എക്സർസൈസ് കൊടുക്കും. നിങ്ങൾ കണ്ണ് വലുതാക്കാനുള്ള മാർഗം പറഞ്ഞുതരാന്ന് പറയും. കാണണോ? ഇത് നോക്ക്, വിരല് മുഖനെ കണ്ട കണ്ണ് വലുതാവും. കോട്ടറ്റ് കണ്ണ് വൈഡനാവും. അവരുടെ വല്ലാണ്ട് വലുതാവും, കാരണം ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൈയോടെ വെച്ചിട്ട് ഇങ്ങനെ കൈ നോക്കുമ്പോൾ, അപ്പോൾ എന്നിട്ട് അതിൻ്റെ പടം എടുത്തിട്ട് കാണിച്ചു, നിന്റെ കണ്ണിങ്ങനെ, എൻ്റെ ഭഗവാൻ ഇങ്ങനെ എക്സർസൈസ് ചെയ്ത് കണ്ണ് വലുതാവും ചോദിച്ചു. ജനറേഷൻസ് ആയിട്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അവർ. കാരണം അവർക്ക് നല്ലോണം ഇറേഡിയേഷൻ ഉണ്ടാവും. ലൈറ്റ് വളരെ കൂടുതലാകുമ്പോൾ നമ്മൾ കണ്ണെന്ത് ചെയ്യും, അല്ലേ? നേരെ ലൈറ്റ് നോക്കുമ്പോൾ നമ്മൾ കണ്ണെന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ ജനറേഷൻസ് ആയിട്ട് ഹിമാലയത്തിൻ്റെ റിഫ്ലക്ഷൻ വൈറ്റ് ആയിട്ട് വരുമ്പോൾ അത് നോക്കുമ്പോൾ കണ്ണിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയിട്ടാണ് അവരങ്ങനെ ആയത്. നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതായിട്ട് മാറും. അവർക്ക് എന്തുകൊണ്ടാണ് ഹൈറ്റ് കുറവ്? സ്റ്റെപ്സ് കയറുന്നവർക്കൊക്കെ ഹൈറ്റ് കുറയും. മലമ്പ്രദേശങ്ങളിലൊക്കെ ചൈന, ഭൂട്ടാൻ, ടിബറ്റ്, അവരൊക്കെ ഹൈറ്റ് കുറവാണ്. എന്താ കാരണം? അവർ മല കയറണം. അപ്പം നമ്മുടെ ബാക്കിലുള്ള കശേരുക്കളുണ്ടല്ലോ, ബോൺ, അതിനിടയിൽ ഒരു സ്പോഞ്ച് പോലെയാണ്. ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാനും അങ്ങോട്ട് ബെൻഡ് ചെയ്യാനൊക്കെ പറ്റണം. അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം പ്രസ് ചെയ്ത് മാറും നമ്മൾ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നടന്ന് കയറുമ്പോൾ. അപ്പോൾ ജനറേഷൻസ് ആയിട്ട് അവരുടെ ഹൈറ്റ് കുറഞ്ഞതാണ്. നിങ്ങൾ രാവിലെ ഇങ്ങനെ കിടക്കുമല്ലോ, രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളുടെ തല ഏത് ഹൈറ്റാന്ന് നോക്കുക. ഒരു ദിവസം ഫുൾ മൗണ്ട് ക്ലൈമ്പിനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയാൽ ഒരു 2 സെൻറ്റിമീറ്റർ കുറഞ്ഞുണ്ടാവും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പിന്നെ എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്ത് ഒരു കുറേ കാലം കഴിയുമ്പം ഇറ്റ് വിൽ ഗെറ്റ് സപ്രസ്ഡ്. ഗുഡ്. സോ കീപ് ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാത്രമല്ല, ഇൻട്രാക്ട് വിത്ത് ഓൾ. ഓക്കെ.